ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ന്യൂ ഇയർ ആവാൻ ഇനി ആകെ ഒരൊറ്റൊരു ദിവസം കൂടി ഉള്ളൂ. അപ്പം ന്യൂ ഇയർ ഒക്കെ ആവണതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുമല്ലോ. ഫോർ എക്സാമ്പിൾ പുതിയ ഡയറി വാങ്ങും, അതേപോലെ ബുക്സ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങുമല്ലോ. പിന്നെ അതേപോലെ വിഷൻ ബോർഡ് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു പ്ലാനറിൽ വിഷൻ ബോർഡ് ഉണ്ടാക്കാം. ഈ ഒരു ബുക്കിലാണെന്നുണ്ടെങ്കിൽ മീൻസ് ഈ ഒരു പ്ലാനറിലാണെന്നുണ്ടെങ്കിൽ വിഷൻ ബോർഡ് ഉണ്ടാക്കാനായിട്ടൊരു പേജ് തന്നെ ഉണ്ട്. എന്നാൽ ഇപ്രാവശ്യം ബുക്കിൽ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബോർഡായിട്ടോ ഫ്രെയിമായിട്ടോ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ബുക്കിലും ചെയ്യാട്ടോ. അപ്പം കണ്ടല്ലോ, ഇവിടെയാണ് ചെയ്യാൻ പോണത്. അപ്പം ഇനി ഇതെങ്ങനെ വിഷൻ ബോർഡിനുള്ളത് പ്രിന്റ് എടുക്കുക എന്നുള്ളത് നോക്കാം. പിൻട്രസ്റ്റോ ഗൂഗിളോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഇമേജസ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ വിഷൻ ബോർഡ് ഇമേജസ് എന്നോ പിക്സ് എന്നോ അടിച്ചാൽ തന്നെ ഇതേപോലെ കുറേ ഫോട്ടോസ് കിട്ടും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി. കണ്ണ് കാണുന്നത് മുഴുവൻ എടുക്കണ്ട. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ലോ എന്തൊക്കെ ഗോൾസ് ആണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടി 2026 അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ള കുറച്ച് പിക്ചേഴ്സ് മാത്രം ഇതേപോലെ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഡൗൺലോഡ് ചെയ്ത പിക്ചേഴ്സൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ടിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻവ യൂസ് ചെയ്തിട്ടും എഡിറ്റ് ചെയ്യുക. പിന്നെ ഇത് പോയിട്ട് സ്റ്റിക്കർ പ്രിൻ്റോ അതല്ലെങ്കിൽ കളർ പ്രിൻ്റോ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കളർ പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത്. കാരണം ബുക്കിൽ ചെയ്യാനുള്ളതായതുകൊണ്ട് ഞാനിങ്ങനെ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ട് നിൽക്കണ ഈ ഒരു ഫ്രെയിം ഇത് ഞാൻ 2025 വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതേനി. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ നിൽക്കട്ടെ. നമ്മളെന്തായാലും ഇപ്പോൾ ബുക്കിലാണല്ലോ ചെയ്യണത്. അപ്പോൾ ബുക്കിൽ നമുക്കിനി ചെയ്ത് തുടങ്ങാം കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിഷൻ ബോർഡ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പിൻട്രസ്റ്റിൽ കയറിയിട്ട് 2026 വിഷൻ ബോർഡ് എന്ന് അടിച്ചാൽ ഒരുപാട് ഇതേപോലെ ഉള്ളത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതേപോലെ ഫ്രെയിം ആക്കിയിട്ടോ അതില്ലെങ്കിൽ ബുക്കിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതും അല്ലെങ്കിൽ ജസ്റ്റ് ഫോണിൻ്റെ വാൾപേപ്പർ ആക്കിയിട്ടെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇതൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒട്ടിക്കുമ്പോഴും അങ്ങനെ കൺഫ്യൂഷനൊന്നും വേണ്ട. നമ്മളെ ഐഡിയക്ക് നമ്മളെ ഇഷ്ടത്തിന് തോന്നിയ പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിഷൻ ബോർഡ് എന്താണെന്ന് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു വിഷൻ ബോർഡിൻ്റെ ഫ്രെയിം ഉണ്ടല്ലോ, അത് ഞാൻ 2025 ഉണ്ടാക്കിയപ്പം ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ അത് ഇതിനെക്കാട്ടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. അങ്ങനെ ഇതിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതോട് കൂടിയിട്ട് കഴിഞ്ഞിട്ടില്ല. ഇടയിലൊക്കെ നിങ്ങൾ കുറച്ച് ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, അവിടെയൊക്കെ ഞാൻ ബാക്കിയുള്ളത് പ്രിൻ്റ് ചെയ്തിട്ട് ഒട്ടിക്കാനുള്ളതാണ്. അതായത് കുറച്ച് കോഡ്സ് വേർഡ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഒട്ടിക്കണം. പ്രിൻ്റ് ചെയ്യണത് ഈ ഒരു പോക്കറ്റ് പ്രിൻ്റർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇത് ഞാൻ റീസെൻ്റ് ആയിട്ട് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ ആദ്യം കാണിച്ചല്ലോ ആ ഒരു ബോക്സിലാണ് ഇത് വരുന്നത്. പിന്നെ ആ ഒരു കവർ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചതാണ്. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും. അതാവുമ്പോൾ നമുക്ക് ബാഗിലൊക്കെ ഇട്ടിട്ട് കൊണ്ട് നടക്കാൻ സുഖമാവും. ഇനി ഈ പ്രിൻ്റർ എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ ഇതേപോലെ ഒരു ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഇതേപോലെ ബ്ലൂ ലൈറ്റ് കത്തും. അതായത് ഓണായി എന്നാണ്. മേടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പേപ്പർ റോൾ വരുന്നുണ്ട്. കൂടെ നമ്മൾ മേടിക്കുമ്പോൾ ഞാൻ ആ ഒരു ബോക്സിൽ കാണിച്ചല്ലോ കുറച്ച് കളർ റോൾസ് ആയിട്ടും അതിൽ തന്നെ സ്റ്റിക്കർ റോൾസും അല്ലാത്തതൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ എങ്ങനെ പ്രിന്റ് ചെയ്യണത് നോക്കാം. iPrint പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അതിൽ കയറിയിട്ട് നമുക്ക് ജസ്റ്റ് ഗാലറി ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ താഴെ കാണും. അതൊന്ന് പ്രിന്റ് ചെയ്ത് കൊടുത്താൽ ജസ്റ്റ് ഇങ്ങനെ പ്രിൻ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതിന് മുന്നേ ഫോണിലൊന്ന് നമ്മൾ ബ്ലൂടൂത്ത് ഒന്ന് ഓണാക്കി കൊടുക്കണം. ഈ സാധനം കയ്യിൽ കിട്ടിയെന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയണേക്കാട്ടിലും ഷോർട്ടായിട്ടും കുറച്ചും കൂടി ക്ലിയർ ആയിട്ടും മനസ്സിലാവും. സംഭവം ഇത് യൂസ് ചെയ്യാനും ഭയങ്കര സുഖമാണ്, ഇംഗ്ലസും ആണ്. കൂടെ ഇതേപോലെ കുറേ പേപ്പർ റോൾസും കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ എനിക്ക് വേണ്ടതൊക്കെ ഞാൻ ഇതിൽ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഞാൻ ഓൾറെഡി ഈ ഒരു പ്രിൻ്റർ കയ്യിലുള്ളതുകൊണ്ട് അങ്ങനത്തേത് പ്രിൻ്റ് ചെയ്യാതെ വീട്ടിൽ നിന്ന് തന്നെ പ്രിൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ സ്റ്റിക്കർ പ്രിൻ്റ് ചെയ്യാനുള്ള റോൾസും കൂടി ഉള്ളതുകൊണ്ട് നമുക്കെന്തായി സുഖമായി എന്ന് പറയാം. പശ യൂസ് ചെയ്യണ്ടല്ലോ. ഈ ഒരു ബുക്കിൻ്റെ ബാക്കിലായിട്ട് ഇതേപോലെ ഈ ഒരു പ്ലാനറിന് യൂസ് ചെയ്യാനുള്ള കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഈ ബുക്ക് കൈ കിട്ടിയപ്പോൾ വരെ നോക്കിയിട്ടില്ല, ഇപ്പോഴാണ് ശ്രദ്ധിക്കണത്. പിന്നെ അതല്ലാതെ ഈ ഒരു ആപ്പി ആംബറിലേക്ക് ഒരു സ്റ്റിക്കർ ബുക്ക് ഉണ്ട്.
അപ്പോൾ ആ ഒരു സ്റ്റിക്കർ ബുക്കൊന്നും ഇതിൽ നിന്നൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് ഇതേപോലെ കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ല? ഇതിലുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ലെങ്കിലും എനിക്കിത് കാണുമ്പോൾ മനസ്സിലാവും. അതാണ് ഈ ഒരു വിഷൻ ബോർഡിൻ്റെ ഒരു ഇത്. ഇനി എന്താ ഈ ഒരു പ്രിൻ്റർ കൈ പിടിച്ച് നിൽക്കണമെന്നല്ലേ, ആ ബാക്കിൽ കാണുന്ന വിഷൻ ബോർഡ് ഉണ്ടല്ലോ അതിൽ 2025 മാറ്റിയിട്ട് 2026 ആക്കുകയാണ്. 25ത്തെ വിഷൻ ബോർഡ് വർക്കായണോ ചോദിച്ചാൽ മൊത്തത്തിൽ വർക്കായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, 1-2 കാര്യങ്ങളൊക്കെ വർക്കായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ആ വിഷൻ ബോർഡ് മൊത്തത്തിൽ ഒഴിവാക്കണ്ട, ഇങ്ങനെ കീപ്പ് ചെയ്യാമെന്ന്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള പ്ലാനർ കണ്ടല്ലോ, അതായത് വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്, ആ ഒരു പ്ലാനറിൻ്റെ കൂടെ അതായത് ഈ ഒരു ബോക്സിലാണ് എനിക്ക് ആ പ്ലാനർ കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഹാപ്പി ആംബർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആംബറിൽ. അപ്പം ഇതിൽ വരുന്നത് എന്തൊക്കെയാണെന്നാണ് കാണിക്കുന്നത്. 500+ സ്റ്റിക്കേഴ്സ് വരുന്ന ഒരു സ്റ്റിക്കർ ബുക്ക് ഉണ്ട് ഇനി. പിന്നെ ഇതേപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റിക്കി നോട്ട്സിൻ്റെ ഒരു സെറ്റ് ഉണ്ട്. അഡൾട്ട്സിനുള്ള കളറിംഗ് ബുക്ക് ഉണ്ട്. ഇത് ഞാൻ ബോറടിച്ചിരുന്നപ്പോൾ ചെയ്ത ഒരു കളറാണ് കേട്ടോ. സംഭവം എങ്ങനെയുണ്ട്? ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ചെറിയ കുട്ടിക്ക് മാത്രമല്ല, നമുക്ക് ഇതേപോലെ കളറിംഗ് ബുക്കൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇതേപോലെ പിന്നായിട്ടും കീ ചെയിൻസ് ആയിട്ടും ടാഗ്സ് ആയിട്ടും ഒക്കെ ഉണ്ട് ഇനി കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹാപ്പി മെയിലിൽ 2 ബുക്ക് മാർക്കും പിന്നെ കുറച്ച് കാർഡ്സും ഉണ്ട്. പിന്നെ വാൾ പോസ്റ്ററും കൂടി ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ റൂം ഡെക്കോറിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതേപോലെ ഈ കോർണറിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ബൈ ദ ബൈ, നിങ്ങൾ എപ്പോഴും ചോദിക്കണ എൻ്റെ റൂം ടൂറിൻ്റെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇതിൻ്റെ തൊട്ട മുന്നത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി. പിന്നെ ന്യൂ ഇയർ ഒക്കെ അല്ലേ, അതുകൊണ്ട് റൂമിലിത് ഒരു പുതിയ അതിഥിയും കൂടി ഉണ്ട്. പിന്നെ ഇതിലുള്ളത് ഈ ഒരു ഡെസ്ക് കലണ്ടറാണ് കേട്ടോ. ഡെസ്ക് കലണ്ടർ കുറേ ആയിട്ടൊന്ന് മേടിക്ക്, അതല്ലെങ്കിൽ ഈ ഒരു ഇയറിലെങ്കിലും വേണമെന്ന് വിചാരിച്ചിനി. എന്തായാലും ഇതിവിടെ ഇരിക്കട്ടെ, ഇനി ആകെ ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ. ഈ പ്ലാനർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഒരു പ്ലാനർ. പിന്നെ ഇതേപോലെ നമ്മളെ ടോപ്പ് 5 ഗോൾസ് എഴുതാനുള്ളത്, പിന്നെ നമ്മളെ ഡേയ്സ് ടു റിമെമ്പർ എഴുതാനുള്ളത്, പിന്നെ 3ാമത്തേത് ഇനി ഈ ഒരു വിഷൻ ബോർഡ്. ഇനി അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ നമുക്ക് 2026 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യാൻ. ഇനിയിപ്പോൾ പ്രത്യേകം ഒരു ബുജോ സെറ്റപ്പിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇതിൽ തന്നെ ആപ്പി ട്രാക്കറായിട്ടും മൂഡ് ട്രാക്കറായിട്ടും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഇനി 2025ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിന് ബുജോ സെറ്റപ്പിൻ്റെ ഒരു ബുക്ക്. അപ്പം അന്ന് നിങ്ങൾ കണ്ടല്ലോ, അതിൽ ഇനി കുറച്ചും കൂടി പേജൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഇയർ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ജേണലാണ് ആ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ലോങ് വീഡിയോ ഫ്ലിപ്പ് ത്രൂ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുവെക്കുക. ഇനി കംപ്ലീറ്റ് ആവാത്ത ജേണൽ ബുക്കാണ് ഈ 2 കാണിച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറേ എന്തൊക്കെയോ പറയണം എന്നൊക്കെ വിചാരിച്ചിനി, പക്ഷെ ഞാനിവിടെ നിർത്തുകയാണ്. പിന്നെ ഈ ഒരു പ്ലാനറും അതേപോലെ ഈ ഒരു പ്രിൻ്ററും ആമസോണിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊരു സ്മോൾ ബിസിനസ്സോ അതല്ലെങ്കിൽ ഇതേപോലെ ആർട്ടും ക്രാഫ്റ്റും ജേണലൊക്കെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ, അതുമല്ല നമുക്ക് ക്ലാസ്സിനൊക്കെ പോകുമ്പം അതിൻ്റെ ആവശ്യത്തിനൊക്കെ വേണം ഒരു മിനി പോക്കറ്റ് പ്രിൻ്റർ കയ്യിലുണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാൻ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി. പിന്നെ ഈ ഒരു പ്ലാനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ടോ അതല്ലെങ്കിൽ ഈ ഒരു ന്യൂ ഇയറിന് ഗിഫ്റ്റായിട്ട് വേറെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇയറിൽ നിങ്ങളെ സപ്പോർട്ടിനെക്കാട്ടിൽ ഡബിളായിട്ട് ഞാൻ ന്യൂ ഇയറിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇനി നെക്സ്റ്റ് ഇയർ കാണാം.